ഇതാണ്ട എ സി ഇതാ നിന്ന് കാണിച്ചൊക്കെ ക്യാമറാമാനോനെ. സോ നല്ല എ സിയാണ് മേടിച്ചു തന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ സൗഖ്യത്തോടെയും സമാധാനത്തോടെയും ഞാനിവിടെ കിടക്കുന്നു. സായി കൃഷ്ണ, നിങ്ങൾക്കറിയാം, സീക്രട്ട് ഏജൻറ്റ്, നമ്മുടെ ബിഗ് ബോസിലെ സീക്രട്ട് ഏജൻറ്റ്. അദ്ദേഹവും വൈഫും സിജോയും വൈഫും കൂടെ വന്നിരുന്നു. കീമോ ചെയ്തതിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ വളരെ ചൂടാണ്, ശരീരത്തിനുള്ളിൽ നിന്ന് ചൂട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അത്ര ചൂടിൽ കിടക്കുമ്പോഴാണ് ഇവർ വരുന്നത്. ഈ ചൂടല്ലേ, വേഗം പോയൊരു എ സി മേടിക്കുക. എന്ത് എ സി മേടിക്കാനോ? എ സി മേടിക്കുക ചേച്ചി, എന്നാ പൈസ ഒരു നല്ലൊരു എമൗണ്ട്. ഞാൻ എമൗണ്ട് പറയുന്നില്ല, ഞാനത് പറഞ്ഞാൽ അത് വേണ്ട, ശരിയാകത്തില്ല. സായി അത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എൻ്റെ കൂടപ്പിറപ്പ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. വാക്കുകൾ കൊണ്ട് തീരുന്നതല്ല നന്ദി. എൻ്റെ കുഞ്ഞിനെ നോക്കണമെന്ന് ഞാൻ അവരോട് എപ്പോഴും പറയും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞനാഥയാകരുത്, അവനെ ഏറ്റെടുക്കണമെന്ന് പറയും. അവരപ്പം എന്നെ വഴക്ക് പറയും, അവരുടെ കൊച്ചു തന്നെയാണെന്ന് പറയും. എൻ്റെ കുഞ്ഞിനാരുമില്ല, അതേ ഉള്ളൂ ഇപ്പം ഏക സങ്കടം. എൻ്റെ കുഞ്ഞിനാരുമില്ല, അതായിപ്പോയി, അച്ഛനുമില്ല. മനസ്സേ വ്യാകുലമരുതേ, കരുതാം നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമരുതേ, കരുതാം നിനക്കവൻ മനമടുത്തുണ്ട്. കണ്ണുകൾ കാൺമതില്ല, കാതുകൾ കേൾപ്പതില്ല, ഒരു ഹൃദയത്തിലും ഇത് തോന്നിയിട്ടില്ല. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ ഒരു ലൊക്കേഷനിൽ തന്നെ ഇരിക്കുന്ന, എനിക്ക് വേറെ അങ്ങ് എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല, വേദനയും കൊണ്ട് വയ്യ. എനിക്ക് എഴുന്നേറ്റ് എൻ്റെ ഈ ബെഡിൽ തന്നെയാണ് ഞാനിപ്പം. ബാത്റൂമിൽ പോകണേ ചേച്ചി പിടിച്ചുകൊണ്ട് പോകണം, ഫ്ലഷ് ചെയ്യാൻ പോലും വയ്യ, ആ ഒരു സിറ്റുവേഷനാണ്. അപ്പം ഞാനിപ്പം ഇവിടെ വന്നത് വലിയൊരു കാര്യം പറയാൻ തന്നെയാണ്. ഒരുപാട് പേര്, ഞാൻ സത്യം പറഞ്ഞാൽ ആരോടും ഞാൻ പിരിവ് പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു ചാനൽ, എൻ്റെ ചാനൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ആരോടും ഒരു പിരിവും ചോദിച്ചില്ല. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങൾ രേണു ഇത് വെച്ചോ, മരുന്ന് മേടിച്ചോ, അതൊക്കെ എനിക്ക് ഉപകാരമായി, എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ. അതുപോലെ പ്രത്യേകിച്ച് പറയാൻ വന്നത് സായി കൃഷ്ണ, നിങ്ങൾക്കറിയാം, സീക്രട്ട് ഏജൻറ്റ്, നമ്മുടെ ബിഗ് ബോസിലെ സീക്രട്ട് ഏജൻറ്റ്. അദ്ദേഹവും വൈഫും സിജോയും വൈഫും കൂടെ വന്നിരുന്നു. ഈ റൂമിൽ വന്ന് കണ്ട്, അപ്പം ഞാൻ കീമോ ചെയ്തതിൻ്റെ ചൂടെന്ന് പറഞ്ഞാൽ വളരെ ചൂടാണ്, ശരീരത്തിനുള്ളിൽ നിന്ന് ചൂട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അത്ര ചൂടിൽ കിടക്കുമ്പോഴാണ് ഇവർ വരുന്നത്. ഇവർ വന്ന് കണ്ട് ആകപ്പാടെ വിഷമമായി അവർക്ക് ആയെന്ന് തോന്നുന്നു. കാരണം എനിക്ക് ഓർമ്മയില്ല, ഇവർ 4 പേരും വന്ന് നിൽക്കുന്ന ഓർമ്മയുണ്ട്. വളരെ ക്ഷീണിതയായിരുന്നു ഞാൻ. എനിക്ക് തോന്നുന്നു പപ്പയുടെ അമ്മയുടെ ഒക്കെ സംസാരിച്ചു കഴിഞ്ഞ് ചേച്ചി ഓക്കെ ആകും. സിജോ ആണ് കൂടുതലും സംസാരിച്ചത്, സായിയും മിണ്ടി, വൈഫ് 2 പേരും സംസാരിച്ച് ഇരിക്കാൻ വയ്യുന്നുണ്ട് ചാരിയിരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വെളിയിലിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പം സായിയും വൈഫും കൂടെ വന്നിട്ട്, ചൂടല്ലേ, വേഗം പോയൊരു എ സി മേടിക്കുക. എന്ത് എ സി മേടിക്കാനോ? എ സി മേടിക്കുക ചേച്ചി, എന്നാ പൈസ ഒരു നല്ലൊരു എമൗണ്ട്. ഞാൻ എമൗണ്ട് പറയുന്നില്ല, ഞാനത് പറഞ്ഞാൽ അത് വേണ്ട, ശരിയാകത്തില്ല. സായി അത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു നല്ലൊരു എമൗണ്ട് എനിക്ക് സായി കൃഷ്ണ കൊണ്ട് തന്നു. അതെൻ്റെ ലൈഫിലെ ഇതാണ്ട എ സി ഇതാ നിന്ന് കാണിച്ചൊക്കെ ക്യാമറാമാനോനെ. സോ നല്ല എ സിയാണ് മേടിച്ചു തന്നത്. അതുകൊണ്ട് എനിക്ക് വളരെ സൗഖ്യത്തോടെയും സമാധാനത്തോടെയും ഞാനിവിടെ കിടക്കുന്നു. അപ്പം ഞാൻ ആദ്യം പാടിയ പോലെ മനസ്സേ വ്യാകുലം വരുതേ. നമുക്ക് ക്യാൻസർ വന്ന ഒരുപാട് പേരിപ്പം ഞാൻ കമൻസ് കാണാറുണ്ട് എല്ലാവർക്കും. മിക്ക ഫേസ്ബുക്കിലാണ് ഈ വൃത്തികെട്ട കമൻസ് വീണ്ടും വരുന്നത്. നിങ്ങളൊക്കെ എന്തറിഞ്ഞിട്ടാണ് ആ മനുഷ്യരെ പറയുന്നത്? എനിക്കിത് 15ാമത്തെ വയസ്സിലാണ് ഈ മുഴയുണ്ടായത്. നിങ്ങളാണോ എൻ്റെ ശരീരം അറിയുന്നത്? ഈ സബ്സ്ക്രിപ്ഷൻ എന്നാൽ പിന്നെ സബ്സ്ക്രിപ്ഷൻ ചെയ്തവർക്കെല്ലാം ക്യാൻസർ വരേണ്ടതല്ലേ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാ മനുഷ്യരെ? ഞാൻ ഈ ക്യാൻസർ രോഗമായിട്ട് കിടക്കുവാണ്, എന്നിട്ട് നിങ്ങളെന്നെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. ഞാൻ പറഞ്ഞു
എനിക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ഈ ബ്രസ്റ്റിലൊരു മുഴ ഞാൻ ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ആ ബ്രസ്റ്റിൻ്റെ മുഴയുടെ മുകളിൽ കറുത്ത പാടുകളുണ്ടായിരുന്നു. അത് പൊളിഞ്ഞു പൊളിഞ്ഞു പോകുന്നതായിരുന്നു. അതും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അതിനുശേഷം വേദനയൊന്നും ഇല്ലാത്ത മുഴയുണ്ട് വീട്ടിൽ പറഞ്ഞില്ല, വീട്ടുകാരെ വിഷമിക്കുന്നതിന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിനുശേഷം എത്രയോ നാളുകൾക്ക് ശേഷം സുധിച്ചേട്ടൻ കല്യാണം കഴിക്കുന്നതിനൊക്കെ മുന്നേ എൻ്റെ ഈ കാണുന്ന എൻ്റെ പഴയ ഒരുപാട് കൂട്ടുകാർ സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ അറിയാം. കാരണം ഞാൻ അവരെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എടി എനിക്കിവിടെ ഒരു മുഴയുണ്ട് കേട്ടോ, വേദനയൊന്നും ഇല്ലെന്ന്. കാരണം അവർ ഇപ്പോഴല്ലേ ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത്, മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് സുഹൃത്തുക്കളെ നിങ്ങൾ എന്നെ ഈ വേട്ടയാടുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. 15 വർഷം മുന്നേ വീണ്ടും അത് കുത്തി പരിശോധിച്ചപ്പോഴേ അന്നേ ആ മുഴ ഉള്ളതാണ് സുഹൃത്തുക്കളെ. അല്ലാതെ എനിക്ക് പെട്ടെന്ന് ക്യാൻസർ, ഞാൻ ഈ തോന്നിവാസം കാണിച്ചിട്ട് ക്യാൻസർ ഉണ്ടായി. നിങ്ങൾ ഒരിക്കലും, ഞാനൊരു കാര്യം, RCCയിലോട്ട് നിങ്ങളൊന്ന് ചെല്ലും, ജനിച്ച കുഞ്ഞുങ്ങൾക്ക് വരെ ക്യാൻസർ ഇല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അവരെന്ത് പാപം ചെയ്തിട്ടാണ്? എന്താണ് നിങ്ങളിങ്ങനെ വേട്ടയാടുന്നത് എന്നെ ഇട്ട്? നിങ്ങൾക്ക് ഇനിയെങ്കിലും നിങ്ങൾ ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യാതിരുന്നൂടെ? ഈ ക്യാൻസർ രോഗികൾക്ക് ആവശ്യമാകുന്നത് മാനസികമായിട്ട് അവരുടെ കൂടെ നിൽക്കണം എന്നുള്ളതാണ്. ഞാൻ എന്ത് ദ്രോഹത്തിനാണ് നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, ഞാൻ സമൂഹത്തിൽ എന്ത് ദോഷമാണ് ഞാൻ ആർക്കെങ്കിലും ചെയ്തിട്ടുള്ളത്? ഞാൻ കഞ്ചാവിനെ പ്രൊമോട്ട് ചെയ്തോ അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തിയോ പെൺവാണിഭം നടത്തിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ ചെയ്ത തെറ്റെന്താണ് സമൂഹത്തോട്? എന്നെ ഈ നെഗറ്റീവ് പറയുന്നത്, ഞാൻ റീല് ചെയ്തതാണോ കുഴപ്പം? ഞാൻ ആൽബത്തിൽ അഭിനയിച്ചതാണോ കുഴപ്പം? അതാണോ കുഴപ്പം നിങ്ങളുടെ? എനിക്കറിയായിരുന്നു എനിക്ക് ക്യാൻസർ ആണെന്ന് എനിക്കറിയായിരുന്നു. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കൂ. ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ഇട്ട് ഇങ്ങനെ വേദനിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകളോട് ദൈവം ചോദിക്കാതിരിക്കട്ടെ. ഇത് നന്മ പറയുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കിൽ എന്തും നിങ്ങളുടെ ഉള്ളിലെ ജീർണിച്ച ക്യാൻസർ പോലാണ് നിങ്ങളുടെ ഫേസ്ബുക്കിലെ ചില ആളുകളുടെ കമൻറ്റുകൾ. അത് എൻ്റെ ഈ ക്യാൻസറിനേക്കാൾ എത്രയോ നിങ്ങളുടെ ആ ജീർണിച്ച മനസ്സിൻ്റെ എഴുത്തുകൾ എത്രയോ ഭേദമാണ് എൻ്റെ ഈ ശരീരത്തിൽ പടർന്നു പിടിച്ച ഈ ക്യാൻസർ. ഞാൻ ഓർക്കുവാണ്, നിങ്ങൾ ദയവ് ചെയ്ത് നന്മ ചെയ്തില്ലേലും ദോഷം ചെയ്യാതിരിക്കുക. എനിക്ക് നടുവേദന എടുക്കും. അപ്പം സായിയോടും കുടുംബത്തോടും നന്ദി പറയുന്നു. അതുപോലെ ഒരുപാട് പേര് പറയാതെയും പേര് പറഞ്ഞുമൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തു. ഒരുപാട് പേര് എന്താ പറയുക, എനിക്ക് വിഷമമുണ്ട്, എന്നെ കാണാൻ വരാത്തതിൽ വിഷമമുണ്ട്. കാരണം ഇന്നാണ് മനസ്സിലാക്കുന്നത് എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു, യഥാർത്ഥത്തിൽ എൻ്റെ കൂടെ ആരൊക്കെയുണ്ട്. ഈ ഒരു കിടക്കേ കിടന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലൊരു അസുഖം വന്നപ്പം എന്നെ ഒന്ന് കൈത്താങ്ങ് പിടിക്കാൻ, പൈസയല്ല സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത്, രേണു നിനക്ക് എങ്ങനെയുണ്ട് മാസ്ക് വെച്ചിട്ട് അവിടെ നിന്ന്, നിനക്ക് എങ്ങനെ ഉണ്ടടി, സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരാളെങ്കിലും അവരായിരിക്കും ഈ ക്യാൻസർ കഴിഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ, യഥാർത്ഥ സുഹൃത്തുക്കൾ. അല്ലാതെ എൻ്റെ നല്ല കാലത്ത് എൻ്റെ കൂടെ നടന്നവരല്ല. മനസ്സിലായോ? ക്യാൻസർ ആർക്കും വരാം. ഞാൻ ശ്രീവിദ്യ ചേച്ചിയുടെ ഫോട്ടോ ഇട്ട് ഞാൻ നിങ്ങൾക്ക് സൂചന തന്നു. അതുപോലെ ജിഷ്ണുവിൻ്റെ ഫോട്ടോ ഇട്ട് സൂചന തന്നു. ഇതൊക്കെ ഓരോ സൂചനകൾ മാത്രമായിരുന്നു. എനിക്കറിയായിരുന്നു ഇത്. മനസ്സിലായോ? അല്ലാതെ ഇത് പൊട്ടിമുളച്ച് പെട്ടെന്ന് വന്നതല്ല. എന്നെ ദൈവം ശിക്ഷിച്ചതല്ല. ഇത് ദൈവം എനിക്ക് വിശ്രമിക്കാനുള്ളൊരു സമയമായിട്ട് ഞാൻ കാണുന്നു. എൻ്റെ മനസ്സിനോട് ദൈവം സംസാരിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നു. ഞാൻ രാത്രികളിൽ ഉറങ്ങാറില്ല, വേദന കൊണ്ട് ഞാൻ കരയുകയാണ് ഇവിടെ. ആ തിരുമേനി പാവം, അദ്ദേഹം വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് അനേകായിരം ദൈവമക്കളുടെ പ്രാർത്ഥനയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ക്യാൻസർ എന്നെ വിട്ടുപോയി എഴുന്നേറ്റ ആത്മീയ മക്കളുടെ ഇടയിൽ എന്തായാലും ഒരു സാക്ഷിയായിട്ട് ഞാൻ നിൽക്കും, അത് ഉറപ്പാണ്. പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, സിസ്റ്റർ അന്നാകണ്ഠത്തിലൊക്കെ അവരുടെയൊക്കെ സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. അവരിപ്പം സിസ്റ്റർ ഇല്ലെന്ന് തോന്നുന്നു, സിസ്റ്റർ ക്യാൻസർ ആയിരുന്നു. സോ അവരെ പോലെ അനേകായിരങ്ങൾക്കിടയിൽ, ക്യാൻസർ രോഗികൾക്കിടയിൽ എഴുന്നേറ്റ് വരാനും എൻ്റെ ഈ അനേക ക്യാൻസർ രോഗികൾക്ക് ധൈര്യം തരാനും എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ എനിക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ, വീണ്ടും എന്നെ വന്ന് കണ്ട എല്ലാവർക്കും, എന്നെ കഴിഞ്ഞ നാളുകളിൽ കണ്ടിട്ട് ഈ നാളുകളിൽ കാണാതിരുന്നവർക്കും അവരോടും എനിക്ക് പിണക്കമില്ല. വളരെ ബുദ്ധിമുട്ടും വളരെ വേദനാകരവുമായിട്ടുള്ളൊരു രോഗമാണ് ഈ രോഗാവസ്ഥ. ഒരു മനുഷ്യർക്കും ഒരു കുഞ്ഞുങ്ങൾക്കും
ആർക്കും നമ്മുടെ ഭവനത്തിലോ നമ്മുടെ വീടുകളിലോ ഒന്നും ഈ ഒരു അവസ്ഥ ആർക്കും വരുത്തരുതേ എന്ന് മാത്രം സർവശക്തനോട് നമ്മൾ പ്രാർത്ഥിക്കണം. കൂടപ്പിറപ്പ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് അവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയത്തില്ല. വാക്കുകൾ കൊണ്ട് തീരുന്നതല്ല നന്ദി. എൻ്റെ കുഞ്ഞിനെ നോക്കണമെന്ന് ഞാൻ അവരോട് എപ്പോഴും പറയും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞനാഥയാകരുത്, അവനെ ഏറ്റെടുക്കണമെന്ന് പറയും. അവരപ്പം എന്നെ വഴക്ക് പറയും, അവരുടെ കൊച്ചു തന്നെയാണെന്ന് പറയും. എൻ്റെ കുഞ്ഞിനാരുമില്ല. അതേ ഉള്ളൂ ഇപ്പം ഏക സങ്കടം. എൻ്റെ കുഞ്ഞിനാരും ഇല്ലാതായിപ്പോയി, അച്ഛനും ഇല്ല,